രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉണ്ടായ തകർച്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള കാരണമെന്ന്. ആ ഒരു വാദത്തിനെ പറ്റിയിട്ട് ഈ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, ഏഷ്യയുടെ ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നത് അവരാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ തനിക്ക് ഇടപെടേണ്ടി വരുന്ന ദേശീയ പ്രസ്ഥാനം ഏഷ്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും അസാധാരണവുമാണ്. കാൽ നൂറ്റാണ്ടുകാലത്തെ ആവേശഭരിതമായ പ്രക്ഷോഭവും പ്രതിഷേധവും വഴി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ കൊണ്ട് ആറ്റ്ലിയുടെ പാർട്ടി ചിഹ്നത്തെ തീരുമാനമെടുപ്പിക്കാൻ അതിന്റെ നേതൃത്വത്തിനു കഴിഞ്ഞു. സമയം വൈകാതെ ബ്രിട്ടൻ ഇന്ത്യ വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ സമ്മർദ്ദവും സായുധ കലാപവും വഴി അവർ പുറന്തള്ളപ്പെടും. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ എത്രമാത്രം പ്രസക്തമാണ് എന്നും അന്ന് അവർ സഹിച്ച ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ നമ്മെ പ്രാപ്തരാക്കിയത് എന്നുമുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഒരു പൗരന് രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് സാധാരണ ചെയ്യുക.